ജീവൻ്റെ ഓരോ തുടിപ്പും പ്രതിഫലിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഓരോ സൃഷ്ടിയും, ഓരോ ഗാനവും, ഓരോ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സീക്രട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിലൂടെ നിരവധി സുന്ദര ഗാനങ്ങൾ നാം എല്ലാവരും കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. ദേവാലയ ഗായകർക്കായി തിരുഗീതുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നിരവധി സുന്ദര ഗാനങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പഴമയിൽ ഒരുമയോടെ പുതുമയിൽ ഈ സുന്ദര ഗാനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. ആദ്യമായി നമുക്ക് കേൾക്കാം സെയിൻറ്റ് മേരീസ് കാഞ്ഞൂർ ചർച്ച് ക്വയർ അവതരിപ്പിക്കുന്ന ഈ ഒരു ഗാനം. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരേണമെൻ ദൈവകുമാരാ, ദൈവകുമാരാ, ദൈവകുമാരാ. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരേണമെൻ ദൈവകുമാരാ,
ഈ എപ്പിസോഡിൽ തിരുക്കർമ്മ സംഗീതത്തിൽ സംഗീതോപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളും പഠനങ്ങളും പങ്കുവയ്ക്കുകയാണ്. സംഗീതോപകരണങ്ങൾ വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധിയെയും സൗന്ദര്യത്തെയും ഉയർത്തുവാൻ സഹായിക്കുന്നതാകണം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദൈവാരാധനയെക്കുറിച്ചുള്ള പ്രമാണരേഖ നമ്പർ 120 ലത്തീൻ സഭയിൽ പരമ്പരാഗതമായ ഉപകരണമെന്ന നിലയിൽ പൈപ്പ് ഓർഗൻ്റെ നാദം തിരുക്കർമ്മങ്ങൾക്ക് നൽകുന്ന അത്ഭുതകരമായ മേളക്കൊഴുപ്പിനെക്കുറിച്ചും വിശ്വാസികളുടെ മനസ്സ് ദൈവസന്നിധിയിലേക്കും സ്വർഗീയ കാര്യങ്ങളിലേക്കും ഉയർത്താനുള്ള അതിൻ്റെ കഴിവിനെക്കുറിച്ചും സൂചിപ്പിച്ചതിന് ശേഷം തുടർന്ന് പഠിപ്പിക്കുന്നു. മറ്റ് സംഗീതോപകരണങ്ങൾ വിശുദ്ധമായ ഉപയോഗത്തിന് യോജിച്ചതാക്കാവുന്നതോ ദേവാലയത്തിൻ്റെ മഹത്വത്തിന് ചേർന്നതും വിശ്വാസികൾക്ക് സന്മാതൃക നൽകാൻ ഉപയുക്തവുമായതോ ആയിരിക്കണം. 12 പീയൂസ് മാർപ്പാപ്പയുടെ വാക്കുകൾ: ഉപകരണങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ അത് ആരാധനയുടെ സൗന്ദര്യത്തെ ഉയർത്തും, വിശ്വാസം വളർത്തും. ഉപകരണ സംഗീതം വിശുദ്ധ കുർബാനയിലുള്ള പങ്കുചേരലിനെ പിന്താങ്ങണം. മറിച്ച് ഉപകരണ സംഗീതത്തിൽ ഗാനാലാപനം മുങ്ങിപ്പോകരുത്. സംഗീതത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബഹളത്തിൽ ആരാധനയുടെ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളും പാട്ടുകളും ഒന്നും മുങ്ങിപ്പോകരുത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കീബോർഡ് വായിക്കുന്ന ആൾ വിചാരിക്കും ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധ സംഗീതത്തിന് സഹായിക്കുന്ന സംഗീതോപകരണങ്ങൾ തിരഞ്ഞെടുക്കാനും ദേവാലയത്തിൻ്റെ അന്തസ്സിന് ചേരുന്ന വിധം അവ ഉപയോഗിക്കുവാനും വിശ്വാസ സമൂഹത്തിൻ്റെ ഗാനാലാപനത്തെ അകമ്പടി സേവിക്കുവാനും അവരുടെ ആത്മീയോന്നതിയെ സഹായിക്കുവാനും ശ്രദ്ധിക്കണം. ദേവാലയ സംഗീതവും ഭൗതിക സംഗീതവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൗതിക സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പലതും ദിവ്യബലി ഗാനാലാപനത്തിൽ നിന്നും നീക്കി നിർത്തേണ്ടതാണ്. ചില ഉപകരണങ്ങൾ ദേവാലയത്തിൽ നിരോധിക്കപ്പെടേണ്ടതാണെന്ന് പോലും നമുക്ക് തോന്നും. പ്രത്യേകിച്ച് മുഖരിത ശബ്ദോപകരണങ്ങൾ, ഡ്രംസ് അല്ലെങ്കിൽ സിംബൽസ്, ഇലക്ട്രിഫൈ ചെയ്യുന്ന ഉപകരണങ്ങൾ. ഇലക്ട്രിക് കീബോർഡ് ഉപയോഗിച്ചാൽ തന്നെ ഓർഗൻ്റെ ആ സ്വരം മാത്രം ഉപയോഗിച്ചാൽ മതി. വളരെ വളരെ സ്വർഗീയമായിരിക്കും. അതിൽ ടോൺസ് എല്ലാം മാറി ഇടാതെ ഈ ചർച്ച് ഓർഗൻ്റെ ശബ്ദം മാത്രം ഉപയോഗിച്ചാൽ വളരെ വളരെ സ്വർഗീയവും വളരെ ഇമ്പകരവുമാകും. ഏതെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നതല്ല, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രസക്തമായ കാര്യം. പാട്ടിൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ കേൾക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. അതുപോലെ പാട്ടുകൾക്ക് ആരംഭത്തിലും ഇടയിലുമൊക്കെ വളരെ ദീർഘമായ ഉപകരണ സംഗീതം ആവശ്യമില്ല. 16 ബാർ, 32 ബാർ താളവട്ടം, അതുപോലെ പല ട്രാക്കുകളിൽ നമ്മൾ വായിച്ചിടും. ആ ലാളിത്യമെല്ലാം നഷ്ടപ്പെടുന്നു. നമുക്ക് ചെയ്യാവുന്നതെല്ലാം ട്രാക്കിൽ വായിച്ചിട്ട് ഒരു ബഹളമയമായിട്ട് ഓർക്കസ്ട്ര മാറുകയാണ്. മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 4 താളവട്ടം മതി. നമ്മുടെ ചർച്ചിലത് മതി.
4 താളവട്ടം. അതുപോലെ തന്നെ കാർമ്മികർ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സംഗീതോപകരണങ്ങൾ നിശബ്ദമായിരിക്കണം. കൂദാശാവചനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്കൊക്കെ ഇപ്പോൾ ഈ കോഡ്സൊക്കെ വായിച്ച് പ്രാർത്ഥനകളെക്കാളും മുകളിൽ കോഡ്സ് കിടക്കുന്നത് പലപ്പോഴും. അപ്പോൾ പിച്ചും ശ്രുതിയെല്ലാം ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. ആകെ കേൾക്കാൻ ഒട്ടും ഇമ്പകരമല്ലാത്ത രീതിയിലേക്ക് ആ വിശുദ്ധ നിമിഷങ്ങളൊക്കെ മാറിപ്പോകും. നമ്മളിന്ന് വളരെയധികം പ്രീ റെക്കോർഡഡ് മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട് പള്ളിയിൽ. കുറച്ച് മ്യൂസിക് ഫയൽസും അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ പിന്നെ നമുക്കൊരു കീബോർഡ് മാത്രം മതി. നമുക്ക് അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെയും വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദേവാലയത്തിൽ ആരാധകരായി ശാരീരിക സാന്നിധ്യമുള്ളവരാണ് പാട്ടുകൾ പാടുകയും ഉപകരണങ്ങൾ വായിക്കുകയും ചെയ്യേണ്ടത്, മറിച്ച് യന്ത്രങ്ങളല്ല. അതിനാൽ സ്വയം ചലിത ഉപകരണങ്ങളും യന്ത്രങ്ങളും തിരുക്കർമ്മ സംഗീതത്തിൽ നിന്നും തീർത്തും നിരോധിക്കപ്പെടണം. അവ വിശ്വാസികളുടെയോ ഗായക സംഘത്തിൻ്റെയോ ഗാനാലാപനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം ആകരുത്. സമൂഹമായി പാടുന്നതിന് പകരമാകരുത്. ഞാനീ പറഞ്ഞത് സഭയുടെ പഠനങ്ങളാണ്. എങ്കിലും മാനുവലായിട്ട് വായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ധാരാളം അവസരങ്ങളിൽ നമ്മൾ പ്രീ റെക്കോർഡഡ് മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് സംഗീതോപകരണങ്ങൾ മാനുവലായിട്ട് വായിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തിരുക്രമഗാനങ്ങൾ പാടണമെന്നതാണ്. ചുരുക്കത്തിൽ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജനങ്ങളുടെ സംഗീത സംസ്കാരവും പാരമ്പര്യവും കണക്കിലെടുത്ത് സംഗീതോപകരണങ്ങൾ വായിക്കുക, ഉപയോഗിക്കുക, അതിനുവേണ്ടി പരിശീലിക്കുക. കഴിയുന്നിടത്തോളം നമുക്ക് സാധിക്കുന്നതുപോലെ സംഗീത ഉപകരണങ്ങൾ പഠിച്ച് മാനുവലായി ഉപയോഗിക്കുവാൻ, പാടുവാനും നമുക്ക് പരിശ്രമിക്കാം. ഓരോ ഗാനവും രൂപപ്പെടുന്നത് പ്രാർത്ഥനയുടെ ഒരു പ്രേരണയിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സുന്ദര ഗാനവുമായി നമുക്ക് കേൾക്കാം വടുതല സീക്രട്ട് ഹാർട്ട് കൊയർ ഗ്രൂപ്പിനെ. ആത്മാവേ ചൈതന്യമേ
ദേവാലയ സംഗീതത്തെ പറ്റിയുള്ള എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് സെമിനാരികളിലും കത്തീഡ്രൽ ദേവാലയത്തിലുമൊക്കെ എപ്രകാരമാണ് സംഗീത പരിശീലനം കൊടുക്കേണ്ടതെന്നും ഗായക സംഘങ്ങളെ എപ്രകാരം പ്രോത്സാഹിപ്പിക്കണമെന്നും. ഈ ഒരു അവസരത്തിലും ആ ഗായക സംഘങ്ങളെ പറ്റി കൂടുതൽ പറയാനുള്ളത് കൊണ്ട് ഞാൻ അക്കാര്യത്തിൽ തന്നെയാണ് തുറന്നും സംസാരിക്കുന്നത്. ഒരിക്കലും ഞാൻ സൂചിപ്പിച്ചു, അനാവശ്യമായിട്ട് പാട്ടുകൾ നീട്ടിക്കൊണ്ടു പോരുന്നു. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയം, കാഴ്ചവസ്തുക്കളുടെ സമർപ്പണത്തിൻ്റെ സമയം, പ്രവേശന ഗീതം തുടങ്ങിയ സന്ദർഭങ്ങളിൽ ആവശ്യത്തിന് മാത്രം പാടുക, ഒരുങ്ങിയത് മുഴുവൻ പാടണം നിർബന്ധമില്ല. ആ കർമ്മങ്ങൾ കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കുന്നു. സമാനമായ മറ്റ് 2 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥനകൾ ഗീതമാക്കാറുണ്ട്. ഉദാഹരണത്തിന് സ്വർഗ്ഗസ്ഥനായ പിതാവേ, സമയക്കുറവ് മൂലം പാട്ട് നീണ്ടുപോകുന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ചത് മുറിച്ച് കളയരുത്. കാരണം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു, ആമേൻ. ഇത്രയും പാടി തീർക്കണം. കാരണം പ്രാർത്ഥന പാട്ടാക്കിയിരിക്കുന്നതാണ്, അത് ആസ്വദിക്കാൻ വേണ്ടി പാടുന്നതല്ല. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ കാണാറുള്ള കാര്യമാണ് വിശ്വാസപ്രമാണം. വിശ്വാസപ്രമാണം പാടാൻ നേരമില്ലെങ്കിൽ പാടരുത്, ചൊല്ലിയാൽ മതി. പാടുകയാണെങ്കിൽ വിശ്വാസപ്രമാണത്തിന് തുടക്കം തൊട്ട് ഒടുക്കം വരെ പാടണം. ചില സന്ദർഭങ്ങളിലെങ്കിലും വിശ്വാസപ്രമാണം പകുതിയാകുമ്പോഴേക്കും ഗായക സംഘം നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത്? എങ്ങനെയാണ്? വിശ്വാസപ്രമാണം മുഴുവനായിട്ട് പറയേണ്ടത്. സർവ്വശക്തനും പിതാവുമായ ഏകദൈവത്തിനെ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകത്തിന് കർത്താവുമായ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നു, ഈ പുത്രൻ പരിശുദ്ധാത്മാ ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അത്രയും ചൊല്ലിയാൽ എങ്ങനെ വിശ്വാസപ്രമാണമാകുന്നത്? ബാക്കിയും ചെല്ലാനില്ലേ? അപ്പോൾ അതുകൊണ്ട് വിശ്വാസപ്രമാണം പാടുകയാണെങ്കിൽ അത് മുഴുവൻ പാടാൻ സമയമുണ്ടെങ്കിൽ മാത്രം പാടുക, അതല്ലെങ്കിൽ അത് പ്രാർത്ഥനയായിട്ട് മാത്രം അവശേഷിപ്പിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രാർത്ഥനകളെ പൂർണ്ണമായിട്ടും തമസ്കരിക്കുന്ന ഒരു രീതി ചുരുക്കമായിട്ടെങ്കിലും ചില പള്ളികളിൽ കാണാനിട വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. ഈശോയിലൂടെ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കാരണം നന്ദി പറയാൻ പോലും പറ്റാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ? ഒന്ന്, നീ നിൻ്റെ ദൈവിക ജീവിതത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കി. 2, നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. 3, അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിച്ചു. 4, മൃതരായ ഞങ്ങളെ ജീവിപ്പിച്ചു. 5, പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. 6, 7, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഞാൻ. ഇത്രയും മനോഹരമായ പ്രാർത്ഥനയെ പൂർണ്ണമായിട്ട് തമസ്കരിച്ചുകൊണ്ട് പല പള്ളികളിലും പാടുന്നത് കേട്ടിട്ടുണ്ട്. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മനോഹരമായൊരു പാട്ടാണ്. ദിവ്യകാരുണ്യ ആരാധനയ്ക്കൊക്കെ പാടാവുന്ന അതിസുന്ദരമായൊരു പാട്ടാണ്. പക്ഷേ ഇവിടെ അത് പാടരുത്. കാരണം കുർബാനയിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയെ നമ്മൾ തമസ്കരിക്കാനിട വരുന്നു. ഇതുകൂടാതെ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കരുണക്കൊന്തയിലൊരു പാട്ട് പോലും ആ നേരത്ത് പാടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും. അതും മനോഹരമായൊരു പാട്ടാണ്. പക്ഷേ ആ പാട്ട് ഇവിടെയല്ല പാടേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്നുള്ളത് സമാപനാശീർവാദം. അത് സംബന്ധിച്ച് പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. സമാപനാശീർവാദം പാടുകയാണോ വേണ്ടത്, ചൊല്ലുകയാണോ വേണ്ടത്? പല അച്ഛന്മാരും അത് പാടാൻ ആഗ്രഹിക്കുന്നു, മറ്റു പലരുമൊക്കെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം പാട്ട് പാടുമ്പോൾ അതങ്ങ് ആസ്വദിച്ച് പോകുന്നു. പക്ഷേ ചൊല്ലുമ്പോൾ വളരെ മനോഹരമായ ആശയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് സാധാരണഗതിയിൽ സമാപനാശീർവാദം തയ്യാറാക്കുക. അപ്പോൾ ഞാനൊരിക്കലും ഒരു സ്ഥലത്തൊരു കുർബാനയ്ക്ക് പോയപ്പോൾ ഗായക സംഘം എന്നോട് വന്ന് ചോദിച്ചു, ഏതെല്ലാം പാട്ടാണ് പാടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നാൽപ്പത് തിരുനാൾ പാടുന്നു, അത്യുന്നതങ്ങൾ പാടാം, സ്വർഗ്ഗസ്ഥനായ വെച്ച് പാടണമെന്ന് നമുക്ക് ചൊല്ലാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, നമുക്ക് സമാപനാശീർവാദം പാടാം. അപ്പോൾ അവരെന്നോട് പറയുക, അത് വേണ്ടച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ വേണ്ടാത്തത്? കാരണം ഞങ്ങൾക്ക് ആമയം മാത്രമേ ഉള്ളൂ, അച്ഛൻ മുഴുവൻ നേരം പാടും. അപ്പോൾ അതുകൊണ്ട് ആ പാട്ട് നമുക്ക് ഒഴിവാക്കാമെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഗായക സംഘത്തിൻ്റെ ഒരു കസർത്ത് കാണിക്കാൻ വേണ്ടിയുള്ളൊരു സന്ദർഭമായിട്ട് ചിലപ്പോഴെങ്കിലും ചില ഗായക സംഘങ്ങളെങ്കിലും ഈ പാട്ടുകളെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമാപനാശീർവാദം ചിലപ്പോൾ 2 ഗണമായിട്ട് പാടുന്ന ഒരു ഗതികേടി പോലും ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 2 പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ ഒരു 25 വർഷത്തിലേക്ക് ഞാനിത് കണ്ടിട്ടുള്ളൂ. ഞാനൊരു സ്ഥലത്ത് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക. എൻ്റെ സമാപനാശീർവാദമായപ്പോൾ ഞാൻ തുടങ്ങി.
സമാനാശൻ പാട്ട് പാടി. കർത്താവേ നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവട് കൈക്കൊണ്ടരുളണമേ. സ്വാഭാവികമായിട്ടും ജനം മറുപടി പറയേണ്ടത് ആമേനാണ്. അതിന് പകരം അവർ രണ്ടാമത്തെ സ്റ്റാൻസ് പാടി. അവർ ആബേൽ നോഹയും അബ്രാഹും എന്ന് പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങി. ഞാൻ മൂന്നാമത്തെ സ്റ്റാൻസ് പാടി, നാലാമത്തെ സ്റ്റാൻസ് പാടി. അപ്പോൾ ഞാൻ മൊത്തം എണ്ണി നോക്കി, 7 സ്റ്റാൻസ് ഉണ്ട്, അവസാനത്ത് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ അവർ ആശീർവദിക്കുമ്പോൾ ഞാൻ കുരിശ് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഗതികേടുകൾ പോലും ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല. 2 പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാനിത് കണ്ടിട്ടുള്ളൂ. എങ്കിൽ പോലും ആ 2 പ്രാവശ്യം പോലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം സമാപനാശീർവാദം എന്ന് പറയുന്നത് കാർമിയൻ കുർബാനയുടെ അവസാനത്തിൽ ജനങ്ങൾ കൊടുക്കുന്ന ആശീർവാദമാണ്. അതെങ്ങനെയാണ് അച്ഛനും ജനങ്ങളും കൂടി മാറി മാറി പാടുന്നത്, 2 ഗണമായിട്ട് എങ്ങനെയാണ് പാടുക? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ലിറ്റർജിയിൽ ഗായക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട റോളുണ്ട്. എന്താണ് ആ റോള്? അവർ ജനങ്ങളെ പാടാൻ സഹായിക്കുന്നു. മ്യൂസിക് ഉപയോഗിച്ച്, സ്വരം ഉപയോഗിച്ച് കമ്മ്യൂണിറ്റിയെ മുഴുവൻ തെറ്റുകൂടാതെ പാടാൻ സഹായിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഗായകസംഘത്തെ ഏൽപ്പിച്ചിരിക്കുക. വായനക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നതോ അന്നത്തെ വായന കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടുകൂടി കൃത്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഗായക സംഘം ജനങ്ങളെ പാടാൻ സഹായിക്കണം. അവർക്ക് പകരം പാടുന്നവരാകരുത്. അവരെ തമസ്കരിച്ചുകൊണ്ട് മൈക്ക് കയ്യിലെടുത്ത് എല്ലാവരുടെയും സ്വരത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പാടുന്നവരായിരിക്കരുത് ഈ ഗായക സംഘം. അങ്ങനെ ഗായക സംഘങ്ങൾക്ക് വലിയ ഒരു റോള് സഭയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരേ